ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ എപ്പിസോഡാണ്. എന്താ പറഞ്ഞത്? അപ്പൊ ഈ പദവികളെല്ലാം ലാഭമായിരുന്ന ഈ പദവികൾ എല്ലാം എന്ത് ചെയ്തു? ക്രിസ്തു നിമിത്തം. ആ ഒരു ക്ലോസ് നമ്മൾ പഠിക്കണം. ക്രിസ്തു നിമിത്തം. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിനെ കണ്ടെത്തിയത് നിമിത്തം, യേശു കർത്താവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചത് നിമിത്തം. കർത്താവിനെ പ്രസംഗിക്കുന്നവരെ കൊല്ലുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു വലിയ ക്രിസ്തു വിരോധിയായിരുന്നു പൗലോസ്. പക്ഷെ ആ ദർശനത്തിൽ പൗലോസിനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാം? ശൗലേ ശൗലേ, അതിന് വേറൊരു പദം പറയുന്നുണ്ട്, വേറൊരു വിഷയം ഉണ്ട് അതിനിടെ. ഒന്ന് പറഞ്ഞു. മുള്ളിന്റെ നേരെ ഉதைക്കുന്നത് നിനക്ക് വിഹിതമല്ല, നല്ലതല്ല. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നില്ല. അപ്പൊ ഞാൻ ആലോചിക്കുക, യേശുവിനെ വല്ല ഉപദ്രവിച്ചോ? നമ്മൾ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ, നമ്മളെ ഉപദ്രവിച്ചാൽ അത് കർത്താവിനെ ഉപദ്രവിക്കുന്നതായിട്ട് കർത്താവ്. വേറൊരു കാര്യം പറയാണ്ട് ഞാൻ വിധിക്കുകയും ഒന്നും ചെയ്യല്ല. ഈ വടക്കേണ്ടിൽ പാഷന്മാരെയൊക്കെ എടുത്തിട്ട് തവിട്ടി ചൊടിച്ച് വിശ്വാസികളെ അടിച്ച് ഓടിച്ച് ഒരു സഹോദരനെ ഒരു നടുവിന് ഒരു അടിയടിച്ചിട്ട് എൻ്റെ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ഓടുന്ന ഞാൻ കണ്ടു. സങ്കടമാണത്. അപ്പൊ ഞാൻ ഇത്തുകൾ നീ തല്ലുകൊണ്ട് ചാവ്, അവിടെ കൂടി പ്രാർത്ഥിക്കേ. പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇരുന്ന് പാട്ട് പാടി പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹോളിൽ നിന്ന് ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേ. നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കേ. ആത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ കണ്ണുകളടച്ച് ധ്യാനിച്ചിരുന്ന് പ്രാർത്ഥിക്കേ. ആത്മാവിന്റെ ആരാധനയോടെ വെളിപ്പെടട്ടെ. ചെണ്ടയും മേളമൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട്, ഓർഗണം ഗിറ്റാറൊക്കെ എടുത്ത് മാറ്റിയിട്ടിരുന്ന ആത്മാവിൽ ഇരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കേ. ആത്മാവിന്റെ ആരാധന, സ്വർഗീയ ആരാധന, ആത്മീയ അഗ്നി അവിടെ കത്തുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുന്നെങ്കിൽ ഉപദ്രവിച്ചിട്ട് ചത്തോട്ടെ. എന്ത് ചെയ്യും നോക്കാം. ഉദാഹരണം ഉണ്ടോ പാസ്റ്ററെ? ഉണ്ടല്ലോ. പ്രവൃത്തി പുസ്തകത്തിൽ ഉണ്ടല്ലോ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായതുപോലെ എന്ത് ചെയ്തു? ഒരു കാലിൽ ആമം ഇട്ടിരുന്ന, കാലിൽ ആമം. ഒരു 5 അങ്ങോട്ടും ഇങ്ങോട്ട് മാറാൻ പറ്റത്തില്ല, 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറാൻ പറ്റത്തില്ല. പൗലോസ് പറയാണ്, ശീലാസേ, നീ ആ സമജീവിതമായിട്ട് ഇടപെട്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ല. പൗലോസ് ശീലാസ് പൗലോസിനോട് കുറെ പരിജ്ഞാനമില്ലാതെ വിവേകമില്ലാതെ ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നത്തിനടുവിൽ വന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോ? ഇപ്പൊ നമ്മളിപ്പോ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അവരുടെ കഷ്ടതയുടെ നടുവിൽ അവർ ദൈവത്തെ ആരാധിച്ചു. ആത്മാവിന്റെ ആരാധന വെളിപ്പെട്ടു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ ഇടയിൽ ശത്രുക്കൾ വന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരും ആ കൂടെ ഇരുന്ന് ആരാധിക്കും. അവര് നശിച്ചു പോകുന്നതാണ് പലരും പ്രസംഗിച്ചത്. ഞാൻ അങ്ങനെ പറയത്തില്ല. അവരവിടെ ഇരുന്ന് ആരാധിക്കും. ദൈവത്തിന്റെ മഹത്വം അവർ കാണും. അല്ല മനഃപൂർവ്വമായി അവരെ ചവിട്ടി തേച്ച് പോയാൽ അവർ ദൈവത്താൽ പിടിക്കപ്പെടും. ഇനി അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകണം. സജി പാസ്റ്റർ എന്നോട് പ്രാർത്ഥിച്ചോ. ഇന്ന് കേരളക്കരയിൽ നമ്മളെല്ലാം സുഖമായിട്ടിരുന്ന് ആരാധിക്കുന്നു. കാരണം നേതാക്കന്മാർ പിണറായിയെ പിടിച്ച് നമ്മളെ അതിന്റെ പോക്കറ്റ് ഇട്ടിരിക്കുക. ഏത് പൊളിറ്റിക്സ്? ഇവിടെ ഒരു ഗുണം പിടിക്കാത്തൊരു പാസ്റ്ററുണ്ട്. പുള്ളി ആരാ എടുത്തിട്ടേക്കുന്നത്? ഗതാഗത മന്ത്രി ആരാ? ഗണേഷ് കുമാറിനെ പിടിച്ച് പോക്കറ്റ് ഇട്ടിരിക്കുക. പ്രതികൂലം വരുമ്പോ ഗണേഷ് സാറല്ലേ അതെ, എന്താ കാര്യം? അല്ല ഒരു ഇച്ചിരി പ്രശ്നമുണ്ട് ഇവിടെ ഒന്നും വന്നേക്കല്ല. കാരണം ഇവര് പ്രാർത്ഥിച്ചപ്പോ കോടികൾ കിട്ടിയതും ഇവര് പ്രാർത്ഥിച്ച കടം മാറ്റുക, ഉപദേശിക്കുക. അപ്പൊ ഇവിടേക്ക് ഇരിക്കാൻ പറ്റുമോ? യേശു ക്രിസ്തുവിനെ പോലും ജഡപ്രകാരം അറിയുന്നില്ലെന്ന് പൗലോസ് പറയുമ്പോ ഈ ചങ്ങാതി എന്ത് ചെയ്യുക? ഗണേശനെ വിളിക്കുക, പിണറായിയെ വിളിക്കുക. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടോന്നില്ല ഒരു ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ വന്നത്. പിണറായി വന്ന് പെന്തക്കോസ്തലരായി വന്ന് ന്യൂനപക്ഷക്കാർക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും, ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും അങ്ങ് ആത്മാവിലായി. ഏതാത്മാവ്? കറക്റ്റ് ദുഷ്ടാത്മാവ്, പിണറായിയുടെ ആത്മാവ്. ഇതൊന്നും പറയുന്നുണ്ട് നമ്മുടെ തലേന്ന് ആരും കൊയ്ത് കളയത്തില്ല. ഉള്ളതുപോലെ പറയുക. ഉമ്മൻചാണ്ടി ഒന്ന് പ്രസംഗിക്കുമ്പോൾ നല്ല മനുഷ്യന്റെ കാര്യമൊക്കെ ശരിയാ. ചെന്നിത്തല ഒന്ന് പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ പറയുക. ഞാനവിടെ പോയി പ്രസംഗിച്ചാലോ? ഇയാൾ എവിടെ നിന്ന് കെട്ടി വലിച്ചോണ്ടോ നീ പ്രസംഗിക്കാനായിട്ട്? ഇയാൾ ഒരു ഗുണമില്ലാത്ത നിലയിലാണ് പ്രസംഗിക്കുന്നത്. ചെന്നിത്തല പ്രസംഗിക്കുന്നതും ഉമ്മൻചാണ്ടി പ്രസംഗിക്കുന്നതും പിണറായി പ്രസംഗിക്കുന്നതും ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടമാണ്. എന്താ കാര്യം? അവർ ഈ ജഡത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പെന്തക്കോസ്ത് അനുഭവം നമ്മളെ വിട്ടുപോയി സഹോദരങ്ങളെ. തിരിച്ചു പിടിക്കണം. അത് യഥാർത്ഥ പെന്തക്കോസ്തുകാരനാകണം നമ്മൾ. എന്നെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാൽ ഞെട്ടരുത്. മരിക്കാൻ ഒരുങ്ങിക്കോളാനാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ചാകട്ടെ.
67 വയസ്സായി. ഈ നവംബർ 12 67 വയസ്സ് തികയുക. എന്തിനാ ജീവിച്ചിരിക്കണം? ഒരു മോളുണ്ടായി, കല്യാണം കഴിച്ചു കൊടുത്ത് കുട്ടിയൊക്കെ കാര്യങ്ങളെല്ലാം ഇല്ല, ഞാനങ്ങ് സ്വസ്ഥമായി. ഇനി എന്തിനാ ചാകുന്നേ ചാകട്ടെ, മരിക്കുന്നേ എന്തും ആകട്ടെ, കുഴപ്പമില്ലല്ലോ. വടക്കേ ഇന്ത്യയിൽ പീഡ വരുമ്പോൾ എനിക്ക് ആ പാസ്റ്റർമാരുടെ വിശ്വാസികളുടെ ആരെങ്കിലും ഒരാൾ ഇത് കേൾക്കുന്നെങ്കിൽ ഞാൻ അവരോട് പറയുക, നിങ്ങൾ പീഡ വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എടുക്കുക പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാം അധ്യായത്തിന്റെ ആ ഭാഗം ഒന്ന് ഉറച്ചു വായിക്കണം, പാസ്റ്റർ ഒന്ന് വായിക്കണം. 23-ാം വാക്യത്തോട്ടൊന്ന് വായിക്കണം. അതായത് ആ മുടന്തൻ സൗഖ്യമായതോടനുബന്ധിച്ചുണ്ടായ യഹൂദന്മാരുടെ വലിയ പ്രതികൂലത്തിന്റെ, ക്രൈസിസിന്റെ നടുവിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള വിഷയമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 23 അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നാൽ ആമേൻ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്. അവിടെ നിൽക്കട്ടെ വാസേ. ഈ പ്രതികൂലങ്ങളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ഒരുമനപ്പെട്ടു. പാലക്ക പിരിഞ്ഞ പോലെ ഇരിക്കുകയല്ല, ഒരുമനപ്പെട്ടു. വിശ്വാസികൾ ഒരു മനസ്സുള്ളവരായി, ഏക ഹൃദയമുള്ളവരായി, ഏക മനസ്സുള്ളവരായി, ഏക ഭാവമുള്ളവരായി. ഫിലിപ്പിയർ 2-ാം അധ്യായം വേറൊരിടത്ത് വായിച്ചു. അമ്മാമ്മ വായിച്ചോട്ടെ, ഇവിടുന്ന് വായിക്കണം കേട്ടോ, തുറമായിട്ട് വായിക്കണം. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ ഒന്നും എടുത്ത് വായിച്ചു. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, ആമേൻ, അടുത്ത ഉണ്ടെങ്കിൽ, ആമേൻ, ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹഭാവം പൂണ്ട്, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി, ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണം. അപ്പൊ ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ഏക മനസ്സ്, ഏക സ്നേഹം, ഐക്യത്യപ്പെടുക, ഏക ഭാവം. 4 കൂട്ടം കാര്യം. ഏത് സഭകളിലുണ്ട് ഇത്? പറ. 10 വിശ്വാസികളുണ്ടെങ്കിൽ 10 സ്വഭാവം. പാസ്റ്ററിന്റെ സ്വഭാവം, അമ്മാമ്മയ്ക്ക് വേറെ സ്വഭാവം. 10 വിശ്വാസികൾ 10 സ്വഭാവം. അപ്പൊ പാസ്റ്ററും അമ്മാമ്മയും 10 വിശ്വാസികളോട് ചേർന്ന് എത്ര സ്വഭാവം ഉണ്ട് സഹോദരി? 12 സ്വഭാവം. പറയാ വിടുതൽ. എന്ത് വിടുതൽ? ആള് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് തട്ടി ചത്തുപോവാണ്. അതേ സമയത്ത് മരിക്കുമെന്ന് ഡോക്ടർ വിധി എഴുതിയാൽ പോലും, ശ്രദ്ധിച്ചു കേൾക്കണേ, ഞാൻ പല സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ഡോക്ടർ വിധി എഴുതിയാലും ഈ 12 പേര് ഏക ഹൃദയമുള്ളവരായി, ഏക മനസ്സുള്ളവരായി, ഏക ഭാവമുള്ളവരായി ദൈവത്തിൽ നിന്ന് ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ അത്ഭുത വിടുതൽ നടക്കും. നമ്മളിലൂടെ നടക്കണം. തലയോലപ്പറമ്പിലെ കൂട്ടായ്മയിലൂടെ നടക്കണം. ഞങ്ങൾ എറണാകുളത്തുള്ള കൂട്ടായ്മയിൽ നടക്കണം. കേരളക്കരയിലുള്ള എല്ലാ കൂട്ടായ്മയിലും നടക്കണം. പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരും, പോരാട്ടങ്ങൾ വർദ്ധിച്ചു വരും. ബൈബിളും കൊണ്ട് ഈ ദേശത്തൂടെ നടക്കാൻ പറ്റാത്ത പോലെയുള്ള സുവിശേഷ വിരോധികൾ ശക്തമായി എഴുന്നേറ്റ് വരുന്ന ഒരു കാലം ആസന്നമായിരിക്കുന്നു. ആ സമയങ്ങളിൽ നമ്മുടെ പരിമിതമായ വിശ്വാസവും പരിമിതമായ പ്രത്യാശയും പരിമിതമായ ആത്മീയ അനുഭവങ്ങളും കൊണ്ട് നിലനിൽക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ശത്രു നമ്മളെ വേട്ടയാണ്. ആശാരി ഉദ്ദേശിക്ക് പകരം വയ്ക്കാൻ ആശാരി ഉദ്ദേശം മാത്രം. ഇവിടെ വചനം പ്രസംഗിക്കരുത് എന്ന് അവര് RSS എന്ന് പറയും. പുള്ളി പറയണത് എന്താണെന്നറിയോ? അടുത്ത ആഴ്ച ഇവിടെ 4 ദിവസത്തെ മീറ്റിംഗ് തടയാണ്ടെങ്കിൽ തടഞ്ഞോളാം. പുള്ളി ഭയങ്കര ധൈര്യമായിരുന്നു. പ്രാർത്ഥിച്ചെന്നുള്ള ആത്മീയ അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പിശാചോടൊന്നും ചെയ്യത്തില്ലെന്ന്. വടിയൊക്കെ ഇട്ടിട്ട് അവർ തറയിൽ പോകും. ചിലരൊക്കെ വടിയൊക്കെ ഇട്ടിട്ട് എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥന വചനം കേൾക്കും. എത്ര സംഭവങ്ങളുണ്ട്, എത്ര സംഭവങ്ങളുണ്ട്. ഇന്ന് പെന്തക്കോസ്ത് വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികളില്ല. വിശ്വാസം, ഞാൻ പറയുന്നത് വിശ്വാസം മാറ്റി വെച്ചിട്ട് ശ്വാസം മാത്രമേ ഉള്ളൂ, വിശ്വാസമില്ല. ഒരു മൂക്കുപനി വന്നാൽ പോലും, ഒരു കഷ്ടത വന്നാൽ പോലും, ഒരു പ്രതികൂലം വന്നാൽ പോലും ദൈവസന്നിധിയിൽ ആത്മാവിൽ ആരാധിച്ച് ഏറ്റെടുക്കാൻ പറ്റാത്ത വിശ്വാസം നമുക്ക് എന്തിന്? പത്രോസിനോട് പറഞ്ഞു, നിന്നെ ക്രൂശിക്കാൻ പോവാണ്. പത്രോസ് പറഞ്ഞു, 4 പേരോട് തള്ളിപ്പറഞ്ഞ പത്രോസാണെന്ന് ഓർത്തോണം. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്, അല്ലെങ്കിൽ
പന്തോക്കോസ് നാളിന് മുൻപുള്ള കാലഘട്ടം, അഭിഷേകം പ്രാപിച്ച ശക്തിയോടെ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം. 4 പേരോട് തള്ളിപ്പറഞ്ഞ് പുറത്തു പോയി കിടന്ന് കരഞ്ഞു കാറിക്കൂയ പത്രോസ് പറയുകയാണ്, എന്നെ തലകീഴായിട്ട് ക്രൂശിച്ചു. എന്താ ഈ തലകീഴായി ക്രൂശിക്കാൻ പറയുന്നത്? സ്വർഗം നിന്റെ സിംഹാസനം, ഭൂമി ഞാൻ പാതവിടം ചുംബിച്ചു മരിച്ചോളാം. എവിടെ നിന്ന് കിട്ടി ഊർജം? എവിടെ നിന്ന് കിട്ടി മോട്ടിവേഷൻ? എവിടെ നിന്ന് കിട്ടി എനർജി? എവിടെ നിന്ന് കിട്ടി ആത്മശക്തി? എവിടെ നിന്ന് കിട്ടി ദൈവകൃപ? അതെ, അവനിൽ വ്യാപരിച്ച ദൈവകൃപ, അവനിൽ വ്യാപരിച്ച വിശ്വാസം, അവനിൽ ഉണ്ടായിരുന്ന പ്രത്യാശ, അവനിൽ ഉണ്ടായിരുന്ന ആത്മീയ അനുഭവങ്ങൾ, അതൊക്കെ എവിടെ പോയി? ശുഷ്കിച്ച ആത്മീയ നിലവാരമുള്ളവരായി നമ്മൾ തീർന്നോ ഇല്ലയോ? ഇതുപോലെ കാലം കുറവുകളെ ഒന്ന് സമ്മതിക്കാമോ? പരാജയങ്ങളെ സമ്മതിക്കാമോ? തെറ്റുകുറ്റങ്ങളെ സമ്മതിക്കാമോ? കർത്താവേ, ഞാനൊരു ബലഹീന വിശ്വാസിയാണ്, എന്നെ ഒന്ന് ബലപ്പെടുത്തണം, എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണം. ഇടയ്ക്ക് എന്നെ ഒരുത്തം തല്ലുന്നു, ആശ ഞാൻ തല്ലുന്നു, തല്ലിക്കോ. വീട്ടിൽ വന്നിരുന്ന് വചനം കേട്ട് കാപ്പിയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് പോയൊരുത്തനാ എന്നെ തല്ലിയ വിളിക്ക് മതിയാവും. ഞാനിവിടെ ഉണ്ട്, വീട്ടിൽ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ വന്ന് തല്ലിക്കൂടായികയില്ല, തല്ലു കണ്ടുകൂടായികയില്ല. ചിലപ്പോൾ തല്ലിയാൽ എന്ത് ചെയ്യണം? അവനെ അനുഗ്രഹിച്ചു വിടണം. അങ്ങനെ അനുഗ്രഹിച്ചു വിടുമ്പോഴേ അവൻ മാനസാന്തരപ്പെടുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. അല്ലാതെ അവനോട് വഴക്കുണ്ടായി കഴിഞ്ഞാൽ അവൻ പോയി മലപ്പുറം കത്തിയായിട്ട് പിന്നെയും വരും. മനസ്സിലായോ? അതേസമയത്ത് അവനെ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു, നീ നന്നായി ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ കിടന്ന് കരയാനിടയായിത്തീരും. തിരുവനന്തപുരത്തൊരു സഹോദരൻ ഞാനുമായിട്ട് വളരെ അടുത്ത് ഇടപഴകി ഒരു 2-3 വർഷം. ചില പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്നോട് ഭയങ്കര എതിരായി. എന്നെ തിരുവനന്തപുരം ഭാഷയിലാണ് പുള്ളി ചീത്ത വിളിക്കുന്നത്. ഞാനത് പറയുന്നുണ്ടെന്നാണ് തോന്നണം പല പ്രാവശ്യം. ഓരോ ചീത്ത വിളിക്കുമ്പോഴും കൈപൊക്കി പറയും, സ്തോത്രം 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 സ്തോത്രം. ദുഃഖത്തോടെ സങ്കടത്തോടെ പറയട്ടെ, അധികം നാളെ ചീത്ത വിളിക്കാൻ ആ സഹോദരൻ ഈ ഭൂമിയിലില്ലാതെ പോയി. പെട്ടെന്ന് രോഗം പിടിച്ച് പെട്ടെന്ന് മരിക്കാൻ. ഞാൻ വിചാരിച്ചു എന്താ ഒരു ദൈവദാസനെയൊക്കെ നിന്ദിക്കുകയും പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. യഥാർത്ഥ ദൈവദാസന്മാരാണെങ്കിൽ ദൈവം അവരോട് ഒരുപക്ഷെ ഇടപെട്ടു എന്ന് വരും. ഞാനത് ദുഃഖത്തോടെയാണ് ഞാൻ പറയുന്നത്, വ്യസനത്തോടെ വിഷമത്തോടെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആരും ദൈവവൃത്തന്മാർക്കെതിരെ സ്തോത്രം പുലമ്പിയാൽ ദൈവം അവരെ വെറുതെ വിടുകയില്ല. കാരണം അവർ ദൈവത്തിൽ വിശ്വസ്തരായിട്ട് ജീവിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരാണെങ്കിൽ, അവർ എളിയവരാണെങ്കിലും ദൈവം അവർക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന നടത്തുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. പൗലോസ് എന്താ പറയുന്നത്? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷൻ, ശുശ്രൂഷ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണം നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന്. ആ പദം അങ്ങനെ തന്നെ പറയണം. കാരണം അടുത്ത് വരുന്ന പദം വേറെ രീതിയിൽ ആ പദം വരുന്നത്. എണ്ണിയിരിക്കുന്നു, 7 പദവികളും എനിക്ക് ലാഭം കിട്ടുന്നതായിരുന്നു, ഞാനത് എണ്ണിക്കഴിഞ്ഞു. എനിക്ക് അത് മുഖാന്തരമുള്ള നന്മകളൊന്നും വേണ്ട. റിയൽ എസ്റ്റേറ്റുകാരൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാസത്തിൽ 3-4 കച്ചവടം നടത്തുമെങ്കിൽ അപ്പം പറയാം, ഇപ്പം അത്യാവശ്യത്തിന് ഒരു കച്ചവടം മാത്രമേ നടത്തുള്ളൂ, അതിനും പോകണ്ട, ദൈവത്തിൽ ഇത് പ്രാർത്ഥിച്ചാൽ മതി. കള്ളം കണക്ക് പറഞ്ഞ് റിയൽ എസ്റ്റേറ്റ് കച്ചവടവും ഈ വണ്ടി കച്ചവടമൊക്കെ നടത്തുമ്പോൾ ഒത്തിരി കള്ളം പറയേണ്ടി വരും, ഒത്തിരി കള്ളം പറയേണ്ടി വരും. കച്ചവടം നടത്തുമ്പോൾ ഒത്തിരി കള്ളത്തരം പറയേണ്ടി വരും. ഇല്ല, ശരിയല്ലേ? കച്ചവടത്തിന് ഒരു കൂട്ടുസഹോദരൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി, കച്ചവടത്തിന് ശരിയായ എൻ്റെ മലയാള അർത്ഥം കച്ചകപടം. കച്ചകപടം, കച്ചവടം. നിങ്ങൾ മാർക്കറ്റിലേക്ക് ചെന്ന് നോക്കിയോ, 1 കിലോ പയർ 30 രൂപയ്ക്കാണ്, തൊട്ടപ്പുറത്ത് ചെന്നാൽ പറഞ്ഞ് 40 രൂപ. ആളും തോക്കും കണ്ടാണ് കച്ചവടം നടത്തുന്നത്. ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, പോലീസുകാരൊന്ന് പിടിക്കുന്നുണ്ട്. അവർ കമ്പൽസറി എഴുതി വെച്ചു, എല്ലാ സാധനത്തിൻ്റെ റേറ്റ് എഴുതി വെക്കണം എന്ന് നിയമം കൊണ്ടുവന്നു, ഇല്ലേ? പയറിന് ഇത്ര വില, ചിലർ ചെയ്യത്തില്ല, പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ കച്ചകപടമായതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നത്. പക്ഷെ പൗലോസ് ഇവിടെ പറയാണ്, ഇതെനിക്കെല്ലാം ലാഭമായിരുന്നെങ്കിൽ ക്രിസ്തു നിമിത്തം എന്ത് ചെയ്തു? സഹകരണ. എന്നിട്ട് ഈ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് ഒരു കാര്യം പറഞ്ഞല്ലോ, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു. അതെന്ത് പറയുന്നു? ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇവിടെ ലാഭമായതൊക്കെ ഛേദമെന്ന്. നോക്കെ ആ വിഷയത്തിന്റെ പോക്ക്. 7 പദവികൾ. ഒരു യഹൂദ റബ്ബി, നിങ്ങൾ ഇപ്പോഴും ഈ ജൂസിന്റെ ഹിസ്റ്ററി വീഡിയോയിലൊന്ന്
സെർച്ച് ചെയ്തെടുത്തിരുന്ന ആണെങ്കിൽ ജൂതന്മാർ പോകുമ്പോൾ അവരുടെ ഏറ്റവും ടോപ്പ് ലീഡേഴ്സ് പോകുമ്പോൾ ഒരാൾ പോകുമ്പോൾ ഒരു വേറൊരുത്തം വഴിയെ വന്നാൽ മാറിപ്പോകും അല്ലേ? മാറിപ്പോകും. കാരണം യഹൂദ റബ്ബി വരുന്നു, മാറിപ്പോകും. വലിയ ആളായിട്ടിരിക്കും. ഭയം ബഹുമാനമൊക്കെ ഉണ്ട്. പൗലൂസിനെ സംബന്ധിച്ചുള്ള പൗലൂസ് ഒരു പരീശനാണ്. പരീശൻ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനം, ഒരുത്തനെ കൊല്ലാൻ വേണ്ടി ഒരു വലിയ ബോർഡ് മെമ്പേഴ്സായിട്ടൊക്കെ ഇരുന്നവർ പൗലൂസും കൂടി അവനെ കൊല്ലാൻ വേണമെങ്കിൽ അത്ര പദവിയുണ്ട്. യഹൂദന്മാരുടെ സിനഗോഗുകളിലുള്ള പുരോഹിതന്മാരും അതുപോലെ മഹാപുരോഹിതന്മാരും അവർക്കൊക്കെ വലിയ പദവികളുണ്ട്, വലിയ അധികാരങ്ങളുണ്ട്. അതെല്ലാം പ്രയോഗിച്ചുകൊണ്ടിരുന്ന പൗലോസ് ക്രിസ്തു ദർശനം വന്നു കഴിഞ്ഞപ്പോൾ താൻ പറഞ്ഞു, ഇതിൽ കൂടി കിട്ടുന്ന ലാഭമൊന്നും എനിക്ക് വേണ്ട, ഇതെല്ലാം ഛേദമാണ്. ഓ, ഇത്ര ഭയങ്കര ഒരു കാഴ്ചപ്പാടാണെന്ന് ചിന്തിച്ചു നോക്കി. സമയത്തിന്റെ പരിധികൊണ്ട് ഞാൻ വിട്ട് മുമ്പോട്ട് പോരുക. അടുത്ത ലാഭമൊക്കെ ഛേദമെന്നുണ്ടിരുന്നു. ഇത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നു. അപ്പോ അത്രയുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അപ്പൊ നേരത്തെ എണ്ണിയിരിക്കുന്നു. തനിക്ക് ലഭിച്ച ആ മഹാപദവികൾ എണ്ണിക്കഴിഞ്ഞു. ഇതെല്ലാം ഛേദം ഛേദം. എന്നാൽ സ്റ്റിൽ ഇപ്പോൾ യാത്ര ചെയ്ത് ഒരു കർത്താവിന്റെ ദാസനായി മുമ്പോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഓരോ ദിവസവും പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ലാഭം കിട്ടുന്നെങ്കിൽ, എന്തെങ്കിലും സ്ഥാനം കിട്ടുന്നെങ്കിൽ, ആരെങ്കിലും പിടിച്ച് പ്രസിഡന്റ് സെക്രട്ടറി ആക്കിയാൽ അതും ഛേദമെന്ന് എണ്ണുന്നു. ചിന്തിച്ചു നോക്കി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറയുന്നത് കേട്ടു, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിൽക്കാൻ, നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യങ്ങളായി പറയുന്നത്, 10,000 രൂപ ഇട്ട് വോട്ട് ചെയ്യുക. നമുക്കൊന്നും കിട്ടത്തില്ല വോട്ട്. ആ ഇന്നർ സർക്കിളിലുള്ളവർ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഇന്നർ സർക്കിളിലെ കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ട്. അവർ ഒരു 15 പേരുണ്ടെങ്കിൽ 8 പേരുടെ വോട്ട് കിട്ടിയാൽ പ്രസിഡന്റ് ആവും. അപ്പോൾ 8 പേർക്ക് 10,000 വെച്ച് കൊടുക്കും. ആര്? പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന വ്യാജന ഉപദേശി. ഉള്ളതങ്ങ് പറയാമല്ലോ. അപ്പോൾ 8 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആരായി? ഞാൻ പ്രസിഡന്റായി. പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആരായി? ഞാൻ റവറന്റായി. റവറന്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ആരായി? ഞാൻ ഡോക്ടറായി. നമുക്കിതിനെയൊക്കെ ഒന്ന് പൊളിക്കാം. വായിച്ചാട്ട് പ്രവൃത്തി പുസ്തകം അല്ല, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം. പെട്ടെന്ന് എടുത്താട്ട്, സമയം പോയി. 15-ന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ 6 മുതൽ വാക്യം വായിക്കാം. ഉറച്ചു വായിക്കണം. വായിക്കുന്നത് പാസ്റ്റർ ഉറച്ചു വായിക്കാം. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവരും ഇന്നുവരെ ജീവനോടെ ഇരിക്കുന്നു. ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. ആമേൻ. അടുത്ത എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അവിടെ നിൽക്കട്ടെ. ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഇത് ഇംഗ്ലീഷ് ബൈബിളാണ്. ഇത് KJV അല്ലെന്നാ തോന്നുന്നത്. KJV ബൈബിളാണ്. കുറച്ച് മാന്യമായ ഭാഷാ നിലവാരം പുലർത്തുന്നതാണ് സാധാരണ വയ്പ്. ആ KJV ബൈബിളിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ആ ഇംഗ്ലീഷ് പദം ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. പല പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. കാലം തികയുന്നതിന് മുൻപ് പ്രസവിക്കേണ്ട സമയം 8-9 മാസം അല്ലേ? അതിന് മുൻപ് പ്രസവിച്ചു. അതിനത് കിട്ടുമെന്ന് തോന്നില്ല. KJV ട്രാൻസ്ലേഷൻ പക്ക കിട്ടും. KJV എടുത്ത് വായിച്ചോ പക്ക കിട്ടും. ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. കാലം തികയുന്നതിന് മുൻപ്, മാസം തികയുന്നതിന് മുൻപ് പ്രസവിച്ചു പോയ ഒരു മാംസ കഷ്ണമാണ് ഞാൻ. ചിന്തിച്ചു നോക്കി. സജീവ്രത ചിന്തിച്ചു നോക്കിയ പൗലൂസിനെ കുറിച്ച് പറയുക. ഇവിടെ എന്താ പറയുന്നത്? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രാഹിം, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച് അവയെ ഉപദ്രവിച്ചവൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ക്രിസ്തു നിമിത്ത ഛേദമെന്നെ. എന്താ നമ്മുടെ പാസ്റ്റർമാർക്ക് ഇത് എണ്ണാൻ പറ്റാത്തത്? എന്താ നമ്മുടെ പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും കൗൺസിൽ മെമ്പർമാർക്കും ഇതൊക്കെ എണ്ണാൻ പറ്റാത്തതിന്റെ കാര്യം എന്താ? നമ്മൾ വായിക്കുന്ന വേദപുസ്തകം അവരുടെ വേദപുസ്തകം ഒരു വ്യത്യാസം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എന്താ പറ്റാത്തത്? അഹങ്കാരം.
ഹല്ലേലൂയ. നിഗളം ബൈബിൾ പഠിപ്പിക്കുന്നില്ല, അതേ കേട്ടോ. എന്തുവാ ഈ പഠിപ്പിക്കണം അവരവിടെ? ശാസ്ത്രം, തിയോളജി. എങ്ങനെയെങ്കിലും ഒരുത്തന്നെ കുഴിച്ചാടിക്കാന്ന് പറഞ്ഞു. ആ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയുന്ന യോഗ ഇബ്രാഹിം. അത് തന്നെയാണ് എഴുതിയേക്കുന്നത്. വായിച്ചേ. Last of all, he was seen by me also, as by one born out of Ukraine. Born out of Ukraine. ഒരു പ്രചോദനം തരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുമ്പോൾ. പുസ്തകത്തിൽ ഇല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ എല്ലാം കേൾക്കില്ലേ, നല്ലൊരു കേൾക്കില്ലേ, ലോകം മുഴുവൻ പോകല്ലേ മെസ്സേജ്. ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. കാലം മാസം തികയുന്ന മുമ്പ് പ്രസവിച്ചു വീണില്ലേ ഒരു ചാപിളയാണ്. ഓ ദൈവമേ, ആ മനുഷ്യന്റെ താഴ്മ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാണ്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറയാമല്ലോ, എനിക്ക് അധികം അറിവും കഴിവുകളും പ്രാപ്തികളും ഒന്നും എനിക്കില്ല. ദൈവവചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു എന്നതിൽ കവിഞ്ഞ് എന്നിൽ യാതൊന്നുമില്ല പ്രിയമുള്ളവരെ. അത് മതിയെന്നാണ് എൻ്റെ ചിന്ത. വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആ വായിക്കുന്ന വചനത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു. പരാജയങ്ങളുണ്ട്, തോൽവികളുണ്ട്, പക്ഷേ അതിന്റെ നടുവിൽ ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധുവായ മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശക്തിയോടെ വിളിച്ചു പറയുന്നത്, പൗലൂസിനേക്കാളും വലിയൊരു മിഷണറി ലോകത്തിൽ ഉടലെടുത്തിട്ടില്ല. പൗലൂസിനേക്കാളും വലിയൊരു മിഷണറി ഇന്ന് ലോകത്തിൽ എടുത്തു പറയാനില്ല. അതുകൊണ്ട് പൗലൂസ് പറഞ്ഞ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നോളാം, അതിനപ്പുറം പോകരുത്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ ആദർ വിട്ടുപോയാൽ ദൈവമില്ലാത്തവരായി പോകും. ദൈവമില്ലാത്തവരായി പോയാൽ കളകളായി പോകും. കളകൾ എന്ത് ചെയ്യും? അമ്മേ പറ, ഒന്ന് ശരിക്കൊന്ന് പറ. അങ്ങനെയൊന്നും പറയാൻ സമയക്കില്ല. കളകളെ പറിച്ചു കൂട്ടി ഒരു സ്ഥലത്ത് അവസാനം എന്ത് ചെയ്യും? എല്ലാത്തിനെയും കൂടി കത്തിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഇന്ന് സഭകളിൽ കളകളാണ് കൂടുതൽ. ഫലം കായ്ക്കുന്ന നല്ല വിത്തുകൾ കുറവാണ്. അതുകൊണ്ടാണ് ഇത്തുകളെല്ലാം കൂടി തട്ടിക്കളയാത്തത് ദൈവം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. കാരണം ഈ കളകളെ എല്ലാം കൂടി തട്ടിക്കളയുമ്പോൾ ആ സഭ കൂടി ഞാൻ ആശയം പോവും ചിലപ്പോൾ. കൊയ്ത്തോളം വരട്ടെ, കൊയ്ത്തോളം വരട്ടെ. വേറൊരു ഭാഗത്ത് ഇപ്പോഴേ കോടാലി വെച്ചിരിക്കുന്നു, കൊയ്ത്തോളം വളരട്ടെ, കൊയ്ത്തോളം വരട്ടെ. അന്ന് ദൂതന്മാർ വന്ന് കൊയ്ത് നല്ല മണികളൊക്കെ പാണ്ഡികശാലയിലേക്കും മറ്റതെല്ലാം കൂടി ഇട്ട് എന്ത് ചെയ്യും? തീയിട്ട് കത്തി. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. ആ മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് കിടപ്പുണ്ട്. നിങ്ങൾ കേട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. പാറ്റുന്നവൻ വരും. ആരാണ് വീശുമുറം? കർത്താവായ യേശു ക്രിസ്തു വീശുമുറമായിട്ട് വരും പാറ്റാൻ. നറുമണികളൊക്കെ പാണ്ഡികശാലയിൽ ചേർക്കപ്പെടും. പതിരുകളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കും. അതാണ് നരകം. ദൈവമക്കളെ, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് കാലം എത്ര പോയാലും ഇത് യാഥാർത്ഥ്യമാണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് കളകളെല്ലാം ഇങ്ങനെ കളകൾ വളർന്നു വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, ഞാൻ എൻ്റെ മക്കളെല്ലാം സ്വത്രം വളരെ നല്ല നന്മകളുള്ളവരാണ്, അനുഗ്രഹമുള്ളവരാണെന്നൊക്കെ നമ്മൾ പറയും. ശരിയാണ്. അവരെല്ലാം നല്ല ആത്മീകരായി തീരാൻ നമ്മൾ പ്രാർത്ഥിച്ചോണം. അവർ ദൈവ വഴി വിട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അവർ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ച് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും പ്രധാന ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലായിടത്തും ഞാൻ പറയാറുണ്ട്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെ ഓർത്ത് കരയുവിൻ. നമ്മളെ ഓർത്ത് നമുക്ക് കരയാം, നമ്മുടെ സന്തതികളെ ഓർത്ത് നമുക്ക് കരയാം, നമ്മുടെ ബന്ധുമിത്രാദികളെ ഓർത്ത് നമുക്ക് കരയാം, നമ്മുടെ ചർച്ചക്കാരെ ഓർത്ത് നമുക്ക് കരയാം, നമ്മുടെ കൂട്ടുവിശ്വാസികളെ ഓർത്ത് നമുക്ക് കരയാം, നമ്മുടെ കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് നമുക്ക് കരയാം. ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. കാഹളം ധരിച്ച് കർത്താവ് വന്ന് സഭയെ എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ന്യായവിധിയിൽപ്പെട്ടവരാവും ബാക്കിയുള്ളത്. എനിക്കത് മാത്രമേ ഉള്ളൂ. ഒരുത്തൻ എന്നെ കുത്തിമലർത്തുന്നതോ വെടിവെച്ച് കൊല്ലുന്നതോ ഒന്നും നമുക്ക് വിഷയമല്ല. പക്ഷേ കാഹളം ധരിച്ച് ദൈവസഭ മാറ്റപ്പെട്ടാൽ ഞാൻ തൊഴിഞ്ഞു പോകല്ലേ കർത്താവേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാനിവിടെ കടന്നു പോകല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലൂസിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്ത ഇന്ന് ഒരു കാലം നമ്മളൊന്ന് ചിന്തിക്കുക. എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള 3 വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നിട്ട് ഒരാള് 1 തിമോഥെയോസ് 1:12 ഒന്ന് വായിച്ചാട്ടെ. ഇന്ന് രാവിലെയാണ് ആ വാചനം കർത്താവിന്റെ ഹൃദയത്തിൽ തന്നത്. എബ്രായർ 11:25, 26, 27 വാക്യം. പ്രതിഫലം നോക്കിയത് കൊണ്ട് ആമേൻ. ആ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ഇസ്രായേലിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അവധിക്കട്ടെ, അത് വായിക്കണം. അന്നത് വായിച്ചോ. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാണ്. രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. മോശയെ കുറിച്ച് പറയുക. രാജാവിന്റെ കോപം ഭയപ്പെട്ടില്ല. എന്താ അതിന്റെ അർത്ഥം? എന്താ? ഇവൻ മിസ്രയീമിൽ ചാടിപ്പോയി കഴിഞ്ഞാൽ രാജാവല്ലേ, അവന് കൊന്നുകളയാൻ പറയും. കോപമൊന്നൊരു വിഷയമല്ല, പോയി പണി നോക്കാൻ പറയും രാജാവിനോട്. നാടൻ ഭാഷയെ പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്നുണ്ടെങ്കിൽ. ആ വാക്യം ഒന്നുകൂടി വായിച്ച പാസ്റ്റേ. 27. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത്, മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളോടൊപ്പം കഷ്ടം അനുഭവിക്കുന്നത് പൗലോസ് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് ചിന്തിച്ചു നോക്കണം മക്കളെ. ക്രിസ്തുവിന്റെ നിന്ന ധനമെന്ന് എണ്ണുക. ഇവിടെ പൗലോസ് എന്ത് ചെയ്തു? തനിക്ക് ലഭിച്ച പദവികളൊക്കെ വിട്ടുകൊണ്ട് ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ 7 പദവികളെയും ഛേദമെന്ന് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം മുമ്പോട്ടുള്ള പ്രയാണത്തിൽ എന്തെങ്കിലും ലാഭം കിട്ടുന്നെങ്കിൽ, എന്തെങ്കിലും നന്മ കിട്ടുന്നെങ്കിൽ അതും ഛേദമെന്ന് എണ്ണുക. ഞാനിവിടെ ഒരു മർമ്മം പറയാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കണം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകും പാസ്റ്റർമാർ. എനിക്കൊരു കോള് കിട്ടിയിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ, കാരണം ദൈവം ഇതല്ലെന്ന് മനസ്സിലായതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ. അല്ലാതെ വിദേശയാത്രയിൽ പോകുന്നതിന് ഞാനെതിരുന്നു. ദൈവം അയക്കാനൊന്നും പോകണ്ട. പോയി കഴിഞ്ഞാൽ നിന്റെ പ്രത്യാശയും പോകും, നിന്റെ വചനവും പോകും. സാത്താൻ നിന്നെ അടിച്ച് നിലംപരിചായിരിക്കും. എനിക്ക് ആ പേടിയുണ്ട്. അതുകൊണ്ടാണ്. കാരണം ദൈവത്തിൻ്റെ ഓർഡർ കിട്ടാതെ എങ്ങും പോകാൻ പാടില്ല. ദൈവത്തിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ ഇവിടെ പോകുന്നതിന് ഒരു കുഴപ്പമില്ല. വിദേശ രാജ്യത്ത് പോയി വന്നു കഴിഞ്ഞാൽ പാസ് ചെയ്യണം എന്താണെന്നറിയാം. നാനോ കാർ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു 10 ലക്ഷത്തിൻ്റെ കാർ, പിന്നെ അത് കഴിഞ്ഞ് ഒരു നല്ലൊരു വീട്. ഇതൊക്കെ പറയുന്നതിന് വേദനയുണ്ട്. പരിഹാസത്തോടെ പറയണം നിങ്ങൾ ആരും ചിന്തിക്കരുത്. തൃശ്ശൂരിൽ ഈ അങ്കമാലിയിൽ ഒരു പാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു കൂട്ടുസാറിനോട് പറഞ്ഞാൽ, പാസ് എവിടെ പോയി സഭയിൽ സൂക്ഷിക്കാനിരുന്നാലും 3-4 വർഷം ഇന്ന് കഴിയുമ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു 5 സെന്റ് സ്ഥലവും വീട് പിടിക്കും. അത് കഴിഞ്ഞ് അടുത്ത സഭയിലോട്ട് ട്രാൻസ്ഫർ കിട്ടി കഴിഞ്ഞാൽ അവിടെ ഒരു 5 വർഷം കിട്ടും, അവിടെ ഒരു 5 സെന്റ് സ്ഥലം. ഇത് മോക്ക്, ഇത് മോന്, എല്ലാം ഈ ലോകർ ചെയ്യുന്നതല്ലേ ഇത്? അതാ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. ഒന്ന്, ലാഭമായതൊക്കെയും ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാതും കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ കിട്ടുന്ന നന്മകൾ കൂടി ഛേദമെന്ന് എണ്ണിക്കൊണ്ട് പോകുകയാണ്. എനിക്കിത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരു വലിയ സന്തോഷം. സുവിശേഷ വേല ചെയ്ത് ഒരു 5 പൈസ സമ്പാദിക്കാൻ അവസ്ഥയില്ല. ഉണ്ടോ? എന്തെങ്കിലും കാശ് കൈ വന്നാൽ അത് വേലയ്ക്ക് പ്രയോജനം. ഞാനെങ്ങനെ ചെയ്യും? കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുത്തുക. ഭക്ഷിക്കാനോ ഒരു കാര്യങ്ങൾ കൊടുക്കുക. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്ക് പോയി ഒരു കുഴപ്പമില്ല. അത് ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്ത് അവിടെ സ്ഥലം മേടിച്ചു കൂട്ടി, ഇവിടെ സ്ഥലം മേടിച്ചു കൂട്ടി. എനിക്കറിയാം, ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചു കൂട്ടിയിട്ടിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാർ എനിക്കറിയാം. പ്രസ്ഥാനവും പേരും ഒന്നും പറയാൻ ഞാൻ ലജ്ജിക്കുകയാണ്. തുറന്നു പറയുന്നില്ല. നമ്മൾ അവിടെ നിൽക്കുന്നു. പൗലൂസിന്റെ സ്ഥാനത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു? സജി ബ്രദറെ അങ്ങനെ അങ്ങ് പഠിച്ചോ. പൗലൂസിനെക്കാളും വലിയ സുവിശേഷകന്മാരാണോ എവിടെ? പിന്നെ എന്തിനാ അവരിതൊക്കെ ചെയ്യുന്നത്? ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു, എണ്ണുന്നു, എണ്ണിക്കഴിഞ്ഞു.
ഏതാ ഭൂതകാലം അല്ലേ, വർത്തമാനകാലം എണ്ണിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഛേദമെന്ന് വന്നാൽ തൻ്റെ കൂട്ടു സഹോദരങ്ങൾ കഷ്ടപ്പെടുമ്പോൾ, യെരുശലേമിലെ സഭ കഷ്ടപ്പെടുമ്പോൾ, പൗലോസിന് കിട്ടിയ നന്മയും അപ്പോസ്തലന്മാർക്ക് കിട്ടിയ നന്മയും ഫണ്ട് റൈസിങ് ചെയ്ത് മകദോന്യ സഭയിലെ ഫണ്ട് റൈസിങ് ചെയ്ത കാര്യം ഓർക്കുന്നുണ്ട്. അവർ മഹാകഷ്ടത്തിലായിട്ടും ദാരിദ്ര്യത്തിലായിട്ടും അവർ ഔദാര്യമായി ജനത്തിന് കൊടുത്തു. അങ്ങനെ കിട്ടുന്ന കാശെല്ലാം ഫണ്ട് റൈസ് കൊണ്ടുവന്ന് സ്വത്രം അവനവന്റെ ബാങ്കിൽ കൊണ്ടിടുകയല്ല ചെയ്തത്. യെരുശലേമിൽ രക്ഷിക്കപ്പെട്ടു വന്ന് പടിയടച്ച് പിണ്ടം വെച്ച ജാതികളും യഹൂദന്മാരായ വിശ്വാസികൾക്ക് ഭക്ഷിപ്പാനും താമസിക്കാനും അവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ദാസന്മാരായ അപ്പോസ്തലന്മാരും അന്ന് കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളും ചെലവഴിച്ചു വന്ന് പ്രവൃത്തി പുസ്തകം നമുക്ക് പഠനമായിട്ട് തരുന്നുണ്ട്. അത് വിട്ടിട്ട് അവിടെ എവിടെയും പോയി ഉണ്ടാക്കിയിടാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എണ്ണിയിരിക്കുന്നു, എണ്ണുന്നു. മനസ്സിലായോ? മോശയെ പോലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ആ പ്രവാചകൻ എന്താ പറഞ്ഞത്? ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്നാ ധനമെന്ന്. എന്റെ പാസ്റ്ററെ, ബാംഗ്ലൂർ ഒരു പാസ്റ്റർ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുക. ഇന്നത് ഓർമ്മ വരോണ്ട് പറയുക. പണ്ട് ഞങ്ങള് 40, 45, 50 വർഷം മുമ്പ് ഞങ്ങൾക്ക് 7 രൂപ സ്വത്രാഴ്ച കിട്ടി. അത് പിച്ചക്കാശാണെന്നും ഇപ്പൊ ഞങ്ങൾക്ക് എത്ര കിട്ടുന്നു? ലക്ഷങ്ങളാണ് കിട്ടുന്നത്. എണ്ണാൻ വഴിയില്ല. സഹോദരന്മാരെ നിരത്തി എണ്ണുക. ഈ നിരത്തി എണ്ണുമ്പോ പണ്ടൊരു വാസം പോലെ 500 നോട്ടുമ്പോ പോക്കറ്റിലോട്ട് പോകും. അത് പറയാനാണ് ഞാൻ വന്നത്. അപ്പൊ ഉപദേശിക്ക് മനസ്സിലായി ഈ സഹോദരന്മാരെ ഈ എണ്ണി എടുത്തു കഴിഞ്ഞാൽ അവസാനം എന്റെ പോക്കറ്റ് കാലിയാവും. വിഷയം എണ്ണുമ്പോ കൃത്യമായിട്ട് എണ്ണിത്തരും. അതുകൊണ്ട് ബാങ്കിൽ കൊണ്ടുപോയിന്ന് ഡംപ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? കർത്താവിന് മഹത്വം കൊടുക്കാം എന്ന് പറഞ്ഞാൽ മതി. പാവം പിടിച്ച വിശ്വാസികൾ അവിടെയുണ്ട്. കൊച്ചുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റാത്ത വിശ്വാസികളുണ്ട്. ഉപജീവന മാർഗത്തിന് ഭാരപ്പെടുന്നവരുണ്ട്. അവരെ തെരഞ്ഞു പിടിച്ചവർ സഹായിക്കുമോ? സഹായിക്കും. എനിക്കറിയാം. ഐ ഹാവ് എക്സ്പീരിയൻസ് 50 years. 50 വർഷം പെന്തക്കോസിൽ കിടക്കാൻ ഞാൻ. അപ്പോൾ അതല്ലെങ്കിലേ ഉള്ളൂ. 2 കൂടി കൂട്ടിക്കോ. 19 വർഷമായി പെന്തക്കോസുകാരെ പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാ പെന്തക്കോസ് വിഭാഗങ്ങളെയും പാസ്റ്റർമാരെയും വിശ്വാസികളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാ വിഭാഗങ്ങളിലും നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. നല്ലൊരു ഗ്രൂപ്പുണ്ട്. ചെറിയൊരു ന്യൂനപക്ഷം. ബാക്കി ബഹുഭൂരിപക്ഷം ശിഷ്യന്മാരും വിശ്വാസികളും ദൈവപ്രമാണം ലംഘിച്ചു പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആ ശേഷിപ്പിന്റെ കൂട്ടിൽ നമ്മൾ വരും. പ്രമാണം അനുസരിച്ച് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണെങ്കിലും അവരുടെ കൂടെ നമ്മളുണ്ടായി. പൗലോസിന്റെ സുവിശേഷ വേളയുടെ പ്രവർത്തന മേഖലയിൽ പ്രവൃത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഒരു 12 പേര് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരോട് ചോദിച്ച അഭിഷേകം പ്രാപിച്ച ആത്മാവുണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പൗലോസ് ഉപദേശം പറഞ്ഞ് അവരെ ആത്മാഭിഷേകത്തിലേക്ക് നടത്തി കരുത്തനായ ഒരു സഭയാക്കി മാറ്റി. 12 പേരുള്ളൂ. എന്താ കുഴപ്പം? എടാ 5ഉം 6ഉം പേരെ വെച്ച് പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട് പാസ്റ്ററെ. എന്താ കുഴപ്പം? പക്ഷെ പോക്കറ്റ് കാലിയായിപ്പോ. അത് ശരി. അപ്പൊ പോക്കറ്റ് വീർത്ത് വരുമ്പോ സ്വർഗം കിട്ടാൻ സാധ്യത കുറവാണെന്ന് ചിന്തിച്ചോണം. ഹല്ലേലൂയ. ഞാനിത് ആത്മാർത്ഥമായിട്ട് പറയുന്നൊരു ദൂതാണ്. പൗലോസ് ലഭിച്ച സ്ഥാനമാനങ്ങളെല്ലാം ഛേദമെന്ന് എണ്ണിക്കഴിഞ്ഞു. എന്തെങ്കിലും ഫ്യൂച്ചറിൽ കിട്ടുന്നെങ്കിൽ അതും ഛേദമെന്നെണ്ണി മുമ്പോട്ട് പോവുകയാണ്. ഇനി അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം.